മനോഹരമായ സ്ഥലത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും SR ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ എൻ്റെ സ്വന്തം നാട്ടിൽ, അതായത് എൻ്റെ പുൽപ്പള്ളിയിലുള്ള ചേകാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും ചേകാടിയിൽ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെറൈറ്റി കുതിരകളെ കാണാം, അത്രേ നമുക്കിപ്പോൾ അറിയുള്ളൂ. നമ്മൾ ന്യൂസ് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്ന് ഞങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ ഇതിവിടെ പണിയുന്നുണ്ടായിരുന്നു, പക്ഷേ എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം നമുക്ക് എന്താന്ന് പോയി നോക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്തിട്ട് കാണണം കേട്ടോ. മനോഹരമായ സ്ഥലത്തേക്ക് നമ്മൾ അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി ചെന്നിട്ട് കാണാം. അതിന് കാണാൻ പറ്റുമോ ആദ്യം നോക്കാം. ദിശി പറയുന്നു വണ്ടി തിരിക്കാനൊന്നും സ്ഥലമില്ല അവിടെ. അവിടെ സൈഡാക്കി ഇട്ടോ, ഇവിടെ സൈഡാക്കിക്കോ. ഇതാണ് നമ്മുടെ വയനാട്ടിലെ സ്വർഗം, ചേകാടി എന്ന് പറയുന്ന സ്ഥലം. കുറച്ച് ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം. പക്ഷേ എന്ത് രസമാണെന്ന് അറിയാം, നമ്മളിതിൻ്റെ ചുറ്റിനും നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണേ. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഓരോ കുഞ്ഞു സ്ഥലങ്ങൾ, കാടാണെങ്കിലും പാടങ്ങളാണെങ്കിലും വഴികളാണെങ്കിലും ഒക്കെ ഒരുപാട് മനോഹാരിതകളാണ് കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ വന്നാൽ പോലും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചേകാടി എന്ന് പറയുന്നത്. അത് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ചേകാടി എന്ന് പറയുന്നത്. അവിടെ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭം നമ്മൾ വാർത്തയിൽ മാത്രം കണ്ടതേ ഉള്ളൂ. അപ്പോൾ എന്നതാണ് എന്നറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റിയോടെ ആ വാർത്ത കണ്ട സമയത്ത് നമ്മൾ ഓടി വന്നതാണ്. നട്ടുച്ചയ്ക്കാണ് നമ്മൾ എത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുതിരകളുണ്ടോ, കുതിരക്കാരന്മാരൊക്കെ ഉറങ്ങുവാണോ, എന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും നമുക്ക് അതിനകത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാം എന്താ സംഭവം എന്നറിയാൻ. നോക്കി റോഡ് സൈഡിൽ കൂടെ ഒക്കെ കനാലുകൾ പോലെ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. അടിച്ചു വിടുന്നതാണോ ഈ വെള്ളമോ അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. അപ്പുറത്ത് കാടാണ് കേട്ടോ. അപ്പുറത്തല്ല, നമ്മൾ വന്ന വഴി മുഴുവൻ കാടാണ്. അപ്പോൾ വേഗം നമുക്ക് പോയിട്ട് കണ്ടു നോക്കാം അവിടെ കുതിര ഉണ്ടോന്ന്. ആദ്യം കുതിരയുണ്ടോ, കുതിരക്കാരന്മാരുണ്ടോന്ന് ആദ്യം പോയി നോക്കാം. വലിയ പാലമാണ്, നോക്കി വരിക, താഴെ വീഴണ്ട. ഇതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. ടർക്കിക്കോഴി. അയ്യോ നിക്ക്, ഞങ്ങള് നോക്കട്ടെ. പക്ഷെ കുതിരകളെല്ലാം ഉണ്ട്. ഇതിൻ്റെ എന്താണ് സംഭവം, എങ്ങനെയാണ് ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, എന്തിനു വേണ്ടി തുടങ്ങിയതാണ് ഇത്? അതായത് കേരളത്തിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള കുതിരകളാണെന്നൊക്കെ നമ്മൾ ആ വാർത്തയ്ക്കകത്ത് കണ്ടിരുന്നു. അപ്പോൾ പക്ഷേ അത് പറഞ്ഞു തരാൻ ഇവിടെ നിലവിൽ ആളില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ വന്ന സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കുതിരകളെയൊക്കെ ഒന്ന് കാണാം. ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് നമ്മൾ കുതിരനെ പറഞ്ഞു തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഏതാണെന്നൊന്നും നമുക്ക് അറിയത്തേ ഇല്ല കേട്ടോ. ശരിക്കും എന്തിനാ ഇതാക്കിയിട്ട് ടൂറിസം ഓക്കെ ഓക്കെ. അത് വയനാട്ടിൽ നമുക്ക് ആദ്യമായിട്ടല്ലേ? വേറൊരെണ്ണം ഇല്ലല്ലോ. എടി പിടിക്കണ്ടടി, കുഴപ്പമില്ല. അയ്യോ ഒന്നും ചെയ്യില്ല ഇല്ലല്ലേ? ഓരോന്നിനും പേരൊക്കെ ഉണ്ടോ? ശംഖുനാഥ്. ഇതിന് എവിടുന്നായിരിക്കും? ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ട്രെയിൻഡ് ആയിട്ടുള്ളതാണോ എല്ലാരും? നീ ഓട്ടക്കാരനാണോ? ഇപ്പൊ എല്ലാരുമായിട്ടും കൂട്ടാണോ? ഉണ്ടല്ലേ? എന്നിട്ട് ഇന്ന് സ്കൂളിൽ കണ്ടില്ലല്ലോ. ചെറുത് ഇതിന് ഇത്ര വലിപ്പം വെക്കുള്ളൂ. അതിന്റെ പേരെങ്ങനെയാ? ഇതിന്റെ ഇനത്തിന്റെ പേരെന്താ പറയാ? മിനിയേച്ചർ ഹോഴ്സ് അങ്ങനെ തന്നെ പറയാം അല്ലേ? ഇത്ര വലുതാവുള്ളൂ. ഇതിനെ എവിടുന്ന് കൊണ്ടുവന്നു? എല്ലാം ഗുജറാത്തിൽ നിന്ന് തന്നെയാ? നല്ല മുടിയൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യൻ അല്ല. അപ്പൊ ഇത് ഏത് ബ്രീഡാണ്? ഞങ്ങൾ വന്നപ്പോ കുറെ പിള്ളേർ സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മടിയന്മാരാ പള്ളിക്കുട്ടി പോകാത്ത. നാളെ തൊട്ട് സ്കൂളിൽ പോകണം കേട്ടോ എല്ലാരും. കുട്ടിയാണ്. എത്ര വയസ്സുണ്ടാവും? 1.5 വയസ്സുള്ള കുട്ടീനെ കേട്ടോ നമ്മളിപ്പോ കാണുന്ന. പേര് അലി. എല്ലാം അലി. ഹായ് അലി.
അലി ഉപദ്രവിക്കല്ലേ, ഞാൻ പാവമാണ്. എന്താ ഇതിന് ഫുഡൊക്കെ കൊടുക്കാ? ഇപ്പം കൊടുക്കുന്നത് ചോളത്തിന്റെ പുല്ലും പെല്ലറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കൊടുക്കും. അലീനോട് കൂട്ടിടാൻ വേണ്ടിട്ട് കുറെ പേര് വന്നിട്ടുണ്ട്. ഇവരെ ഇവിടെ എത്തിച്ചിട്ട് എത്ര നാളായി? ഇപ്പോ ഒരു മാസമായുള്ളൂ കേട്ടോ ഇവരിവിടെ എത്തിയിട്ട്. നോക്കുന്നുണ്ട്, എന്നെ പരിചയപ്പെടുത്തുന്നില്ലേ നോക്കിക്കുന്നുണ്ട്. മക്കളെ ഇഷ്ടമല്ല ആണല്ലേ? അതെന്നാ പറ്റി പോലും അറിയില്ല. അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റും. ഇതിനൊരു പ്രത്യേക സ്റ്റൈലല്ലേ, ഒരു പ്രത്യേകത അല്ലേ? എന്താ ഇതിന്റെ പേര് പറയാ? റോക്കറ്റ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഭയങ്കര റൈഡിങ്ങിന്റെ ഇവരൊക്കെ ഇങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതാ ആണല്ലേ? ഓ, സ്നേഹിക്കാൻ അറിയാം, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് കേട്ടോ, ഇവരൊക്കെ ചാമ്പ്യന്മാരാണ്. ആളുടെ പേര് റോക്കറ്റ് എന്ന് പേരാ അല്ലേ? ഞാൻ വിചാരിച്ച ഇനത്തിന്റെ അല്ല. ഗുജറാത്തി മനസ്സിലാവൂടാ എനിക്ക്? ഗുജറാത്തി അവൻ നോക്കുന്നു, എന്നോട് ആരും മിണ്ടുന്നില്ല. ഇത് രണ്ടുപേരും കൂടെ നിൽക്കുന്ന നോക്കിക്കേ, രണ്ടുപേരും വർത്താനം പറയുന്നുണ്ട്. ഇത് പെണ്ണാണോ ആണാണോ? പെണ്ണാ? ചാമ്പ്യനായപ്പോ പതിച്ചു കിട്ടിയ പേരല്ലേ? ഓക്കെ ഓക്കെ. ടാറ്റു കൊള്ളാട്ടോ. ഇത്ര അടുത്ത് ചാമ്പ്യന്മാരായ കുതിരകളെ ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ലെക്കാട്ടോ. എനിക്ക് തോന്നുന്നു വയനാട്ടിൽ നല്ല നമ്മുടെ അടുത്തൊരു പ്രദേശങ്ങളിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങോട്ടേക്കേ ഉള്ളൂ. അതാ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആരുടെ ഐഡിയയിൽ ഉദിച്ചതാ? ആളുടെ അതിന്റെ ഗൾഫിലെങ്ങാണ്ട. ഇവള് സുൽത്താന. ഇതേ നമ്മുടെ വൈറ്റ് കാണുന്നതിന്റെ പേരാണ് കേട്ടോ സുൽത്താന. പക്ഷെ സുൽത്താനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അമ്മേ കടിച്ചെടുക്കൂട്ടോ. വേണ്ട തോന്നിക്കോണ്ട. അപ്പൊ ഇവക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആരെയും ഇഷ്ടപ്പെടില്ല എന്നാണ് പറഞ്ഞത്. ആണല്ലേ? സുൽത്താനക്ക് അത്ര പെട്ടെന്നൊന്നും ആരെയും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞേ. പെട്ടെന്നൊന്നല്ല, ഇവളെ റൈഡിന് വിടുന്നില്ല. പോവും. ഉപദ്രവിക്കും അല്ലേ? അപ്പൊ സുൽത്താനാന്റെ അടുത്തോട്ട് നമ്മൾ എന്തായാലും പോടില്ല. സുൽത്താന, ഹായ്. സുൽത്താന വേണ്ട, എനിക്ക് പേടിയാ. ഞാൻ നിന്റെ അടുത്തോട്ടൊന്നും വരുന്നില്ല കേട്ടോ. നോക്കിക്കേ, കടിക്കാൻ വേണ്ടിട്ട് വരുന്നു. നോക്കിക്കേ. അപ്പൊ ഇങ്ങനത്തെ ഒരു കുതിരേനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് ഇതൊക്കെ നമുക്ക് വയനാട്ടിൽ ഇപ്പൊ ആരും എപ്പോ വന്നാലും നമുക്ക് ആൾക്കാർക്ക് കാണാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുതിരകളിൽ ഒന്നിനെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത് കാണാൻ തന്നെ അതിനൊരു പവർ വേറെ കേട്ടോ. നോക്കിക്കേ, അവൻ്റെ അടുത്ത് നിൽക്കുന്ന നോക്കി എന്ത് സ്നേഹത്തോടെയാന്ന്. ഹായ്. അതെല്ലാരുമായിട്ട് എൻ്റെ അമ്മേ വേണ്ട, എടി എടി വേണ്ട. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുതിര തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആളുടെ പേര് ആണാണോ? ഖലീഫ. ഈ കുതിരകൾക്കൊക്കെ മുസ്ലിം പേര് വരാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഇട്ടതായിരിക്കും. ആളങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് ഇട്ടതായിരിക്കും അല്ലേ? ആളിതിനെ ഇങ്ങനെ പോയിട്ട് നേരത്തെ തന്നെ ചെയ്ത്, അതായത് ഇവരൊക്കെ ഈ എന്താ പറയാ ഫങ്ഷൻസിൽ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതെന്നല്ല പറയുന്നേ. അപ്പൊ അങ്ങനെ പങ്കെടുത്തവരെ വാങ്ങുന്നതാണോ അതോ? ആണല്ലേ? അങ്ങനെ വാങ്ങുന്ന അല്ലേ? ഇതിനെ എങ്ങനെയാ സ്നേഹിക്കുന്ന? ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ധൈര്യം കുറച്ച് സ്നേഹിക്കാൻ. അതൊക്കെ തിന്നുവോ? അതാ ചോളൊക്കെ കൊടുക്കുന്നത്. എടി അധികം സ്നേഹിക്കണ്ടടി. വേണ്ട. കുതിരേന്റെ ചെവി പോകുന്നതനുസരിച്ച് ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ കൂർപ്പിച്ച് നിന്നെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുതിരേനെയും കണ്ടു നമ്മള്.
അതിന് ശരിക്കും അതിൻ്റെ ഒരു പവർ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഹൈറ്റ് 75-ന്റെ അടുത്തുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുന്നതുകൊണ്ട് അത് അത്ര കണ്ട് പിടികിട്ടുന്നില്ലാത്തത്. പക്ഷെ നല്ല ഹൈറ്റ്, നല്ല വലിപ്പം. അതിൻ്റെ മുഖമൊക്കെ കാണാനൊരു പ്രത്യേക തരം ഭംഗിയുണ്ട് കേട്ടോ. ഇനി കാണിക്കുന്നത് നമ്മൾ സുൽത്താനെയാണേ. സുൽത്താനെ അല്ല, സുൽത്താൻ. ഫുഡ് കഴിക്കുന്ന തിരക്കിലാണോ? അടച്ചോ. കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഇതാ സുൽത്താൻ. ബാ സുൽത്താൻ. ഹായ്. ചെറുതായിട്ട് വെയിറ്റ് ചെയ്യും. ആ, എന്നാലും വലിയ കുഴപ്പമില്ല. അടി കടിക്കൂടി. കൈ കൊണ്ട് വെച്ചു കൊടുക്കണ്ട, കടിക്കുന്ന ആള്. ഇതാണ് നമ്മുടെ തലയെടുപ്പുള്ള സുൽത്താൻ. സ്വന്തം കുതിര എന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഇവിടെ നേരത്തെ ഒരു കുട്ടി കാണിച്ചില്ലേ? ചെറുത്. അതല്ല, ഒരു ബ്ലാക്ക്. ബ്ലാക്ക്. ചെറുതല്ല, ബ്ലാക്ക്. അതിനെന്തിനാ ഇറക്കി കെട്ടേക്കുന്നത്? ഫുഡൊക്കെ കൊടുക്കാന്നല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. കുളിപ്പിക്കുകയൊക്കെ എല്ലാം കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം. എപ്പോഴും ചെയ്യണം. ആരുടെ കുടുംബം ഇപ്പൊ എത്ര ഉണ്ട് മൊത്തം ഇവിടെ? 8 ഇപ്പൊ 8 ഉണ്ട്. ഇനിയും കൊണ്ടുവരുമോ? ഇനി വരുന്നുണ്ട്. ആണല്ലേ? ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് വേണം കൊണ്ടുവരാൻ. പണികളൊക്കെ തീർത്തിട്ട്. 25,000 രൂപ കൊടുത്തിട്ട് ചെറുപ്പത്തിൽ വാങ്ങിയൊരു കുതിരയാണ് കേട്ടോ ഇത്. അല്ല, നമ്മളിപ്പോ ഒരെണ്ണത്തിന് വലുതിനെ വാങ്ങാൻ നോക്കുക, എത്ര രൂപ വേണ്ടി വരും? ഓരോ റേറ്റിലാ വരിക. ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പോകില്ലേ? വരുന്നത് ചിലപ്പോൾ 80-70 ചിലപ്പം കിട്ടും. ആണോ? എന്റെ പേരെങ്ങനെയാ? ഇവിടെ പേര് മോളി. മോളി. ഒരു വെറൈറ്റി പേര്. വെറൈറ്റി പേരുണ്ട് കേട്ടോ. കടിക്കുവോ? സുൽത്താൻ ഖലീഫയൊക്കെ കൂട്ടിക്കിടക്കുമ്പോ മോളി മാത്രം വിശാലമായ സ്ഥലത്തോടെ ഇങ്ങനെ. എല്ലാവരും നിൽക്കുന്നുണ്ടാ. നമ്മുടെ മോളിക്കുട്ടി എവിടെയുണ്ട്? മോളി ഇവിടെ പാണ്ടിക്കട് കൂടി ഇടയ്ക്ക് നടക്കുന്നുണ്ടാ. അതെയോ? ഇടയ്ക്ക് ഞാൻ അയച്ചു വിടുമ്പോൾ അതുവഴി എല്ലാം പോകും. സ്റ്റാർട്ട് ചെയ്ത ആളുടെ പേരെന്തായിരുന്നു പറഞ്ഞു? എന്ന് പറഞ്ഞ ആളാണ്. ഒരു പനമരത്തുള്ളതാണ്. ഒരു ബിസിനസ്സുകാരാണ്. അപ്പോൾ ഒരു ക്രൈസിന് വേണ്ടി തുടങ്ങിയതാണ്. അതിനോടുള്ള ഒരു ക്രൈസ് അല്ലേ? അതാണ് തുടങ്ങാനുള്ള കാരണം. ഓക്കെ. എന്താ മുന്നോട്ടുള്ള പദ്ധതികളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലബ്ബാണ്, റൈഡിംഗ് ക്ലബ്ബ്. റൈഡിംഗ് ക്ലബ്ബായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാ? ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഏറുമാടം ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകത ഉണ്ട്. കണ്ടോ എന്താന്നാ? ആ മുളയുടെ മുകളിൽ അത് വെച്ച് കെട്ടിയേക്കുന്നത്. അതെന്താ, മൃഗങ്ങളൊന്നും കേറാതിരിക്കാനാ? അതിന് എളുപ്പത്തിന് ചെയ്തതാ. മക്കള് സൂക്ഷിച്ചായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ? ഇതിന് മുകളിൽ നമുക്ക് ഒരിക്കലും ഒന്നിനും പേടിക്കണ്ട അല്ലേ? ഒന്നിനും പേടിക്കണ്ട. ആന വരില്ല, മുളകളുണ്ട്. മുളയുള്ളതുകൊണ്ട് ആന വരില്ല. ആന അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങാനില്ല ഇങ്ങോട്ട്. ഇതിലൊക്കെ നമുക്ക് ഇത് വെക്കത്തില്ലേ? സ്റ്റേ വെക്കത്തില്ലേ? അങ്ങനെ പ്ലാനിങ് ഉണ്ട്. ചിലപ്പോൾ അത് നല്ലതായിരിക്കും. അതായത് ചേകാടിയൊക്കെ കാണാൻ വരുന്നവര് തിരിഞ്ഞിറങ്ങിക്കോ. വേണ്ട, ചാടിക്കോ. അറിയാൻ മേലൊത്തിരി കേറാൻ നിക്കരുത്. അവർക്ക് വർത്തമാനം പറയാൻ സുഖ. അതെ. ക്ഷീണത്തിലാണ്, അല്ലെങ്കിൽ ഒരാളെ അടുപ്പിക്കൂല. അപ്പോൾ നമുക്ക് വയനാട്ടിൽ നിങ്ങൾ പുൽപ്പള്ളിയിലേക്ക് വരുവാണെങ്കിൽ, പുൽപ്പള്ളിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. പല സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചേകാടി എന്ന് പറയുന്നത്. ചേകാടി പുൽപ്പള്ളിയിൽ വരുന്ന ഒരു വിനോദസഞ്ചാരി ഒരിക്കലും ചേകാടിയിൽ വരാതെ പോയ ചരിത്രം. വയനാട്ടിൽ വരുന്ന ഒരു സഞ്ചാരി ഒരിക്കലും ചേകാടിയിൽ വരാണ്ട് പോകില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ്. വയനാട്ടിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഒരുപാട് എന്താ പറയുക, നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് മനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ് ചേകാടി. സൈഡിൽ പുഴയുണ്ട്, കാടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും, അതായത് കുറുവേലോട്ട് ഇറങ്ങുന്ന വഴി കൂടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സംഭവം ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണുക. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് വെറൈറ്റി ഹോഴ്സിൻ്റെ ശേഖരമാണ്. അതായത്
പല ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്ത ചാമ്പ്യന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ആരെങ്കിലും ഈ ഒരു വശത്തോടെ വരുവാണെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ നമ്പർ ഉണ്ടാവും, എടുത്തിട്ട് വിളിച്ചിട്ട് അറിയത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്തിട്ട് വന്നോളൂ. അപ്പോൾ ബൈ ബൈ. സ്നേഹത്തോടെ നിൽക്കുന്ന പാവല്ലേ, പാവം തോന്നുന്നല്ലേ. പുറത്തിറങ്ങിയ